മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഞാൻ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഷെക്കൈനയുടെ ഈ പ്രോഗ്രാമിൽ വന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കിട്ടിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ പുത്തുപ്പള്ളിമയാലിൽ. ഞാനിപ്പോൾ ന്യൂയോർക്ക് ഇടവകയിൽ താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. എൻ്റെ യൗവനത്തിൽ ഞാനൊരു വിശ്വാസിയെ ആയിരുന്നില്ല. നിരീശ്വരവാദ പുസ്തകങ്ങൾ വായിക്കുന്നതിലായിരുന്നു അന്ന് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് പള്ളിയിൽ നടക്കുന്ന ഒരു കത്തോലിക്ക യുവജന ക്യാമ്പിലേക്ക് എന്നെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വച്ച് എന്നെ കത്തോലിക്ക യുവജന സംഘടനയുടെ ഭാരവാഹിയായിട്ടും തിരഞ്ഞെടുത്തു. അതിനുശേഷം പള്ളിയുമായി അടുത്ത് ഇടപഴകുന്ന ഒരു ജീവിതമായിരുന്നു. പക്ഷേ ഞാനൊരു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് തന്നെ സോഷ്യലൈസേഷൻ ഉദ്ദേശിച്ചായിരുന്നു. എനിക്ക് ബൈബിളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ പോലും ഒരു ബൈബിൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ 90കളിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അനേകർ ഡിവൈനിൽ ധ്യാനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരോടും അവരുടെ പ്രാർത്ഥനാ രീതികളോടും എനിക്ക് പരമപുച്ഛമായിരുന്നു. എങ്കിലും എനിക്ക് ഒരു സാക്ഷ്യം എന്നെ സ്വാധീനിക്കാനായിട്ട് ഇടയായി. ഞാൻ അന്ന് RTO ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പം കാസർഗോഡ് ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം വാഹന ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് പതിവ് പോലെ ആ ബസ് സ്റ്റാൻഡിനടുത്തുള്ള കാവേരി ബാറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ ബാർ അന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ക്ലോസ്ഡ് ഫോർ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നൊരു ബോർഡും. നിരാശയോടെ തിരിച്ച് വന്ന് ബസ് കയറിയപ്പോൾ ആ ബസ്സിൽ ഇരിപ്പുണ്ട് ആ ബാറിൻ്റെ ഉടമസ്ഥനായ ഔസേപ്പച്ചൻ പുതുമന. ഞാൻ ഉടനെ പോയി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ തന്നെ ഇരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ മനുഷ്യർ ആഗ്രഹിച്ച് കയറി വരുമ്പോഴാണോ താൻ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അടച്ചിടുന്നത്? അതുപോലെ പാതിരാത്രിയിൽ ഇരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ അടച്ചതല്ല, ഞാൻ ആ ബാറ് നിർത്തിയതാണ്. അതെനിക്ക് വലിയ അത്ഭുതമായി. കാരണം ആ ബാറ് തുടങ്ങാൻ വേണ്ടി സ്ഥലമെടുത്തതും ബിൽഡിംഗ് പണിയുന്നതും അതിൻ്റെ ലൈസൻസിന് വേണ്ടി തിരുവനന്തപുരത്തും മറ്റും ഓടി നടക്കുന്നതൊക്കെ പലപ്പോഴായിട്ട് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം ആ ബാർ അടച്ചു. അപ്പോൾ അദ്ദേഹം ആ സംഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം മദ്യം കൊടുത്ത് നാട്ടുകാരുടെ കാഴ്ച അല്പാൽപമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാഴ്ച ഒറ്റയടിക്ക് നഷ്ടപ്പെടുത്തി. അദ്ദേഹം മകനുമായിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഉത്തമമായ ബോധ്യങ്ങൾ ലഭിച്ചു. ആ ബോധ്യങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ബാർ ബിസിനസ് നിർത്തിയത്. അപ്പോൾ എൻ്റെ ഈ പുതിയ പ്രാർത്ഥനാ രീതിയോട്, കരിസ്മാറ്റിക് ധ്യാനങ്ങളോടൊക്കെയുള്ള എൻ്റെ മനോഭാവം ഊട്ടിയുറപ്പിക്കാനാണ് അത് കാരണമായത്. തീർച്ചയായും അവിടെ നടക്കുന്നത് ഹിപ്നോട്ടിസമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഔസേപ്പച്ചനെ പോലെയുള്ള ഒരു തൂപ്പാന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകുക അസാധ്യമാണ്. അങ്ങനെ ഞാൻ കൂട്ടുകാരുമൊത്ത് ഈ തട്ടിപ്പ് കണ്ടെത്തണം എന്ന ചിന്തയോടെയാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ 1991 ഒരു ധ്യാനത്തിന് പോയത്. അവിടുത്തെ ധ്യാന ദിവസങ്ങൾ നിരർത്ഥകമായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു നല്ല കുമ്പസാരം നടത്തി എന്നതല്ലാതെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ 4ാമത്തെ ദിവസം പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന നടക്കുമ്പോൾ ദീർഘമായ ആ പ്രാർത്ഥനയിൽ എല്ലാവരും സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ചുറ്റുപാടുമെല്ലാം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് കുറേ നേരം നിന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഞാനും കണ്ണടച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പ്രാവ് ചിറകടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. ഞാനോർത്തു ഇത് അവർ സ്റ്റേജിൽ നിന്ന് പ്രാവിൻ്റെ ശബ്ദം മിമിക്രി കാണിക്കുന്നതായിരിക്കും എന്നോർത്ത് ഞാൻ കണ്ണു തുറന്ന് സ്റ്റേജിലെല്ലാം പരിശോധിച്ചു. അപ്പോൾ സ്റ്റേജിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല. ആ അനുഭവം നഷ്ടപ്പെടുത്തി. വീണ്ടും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ പ്രകാശം എൻ്റെ അടഞ്ഞ കണ്ണുകളിലേക്ക് ഒന്ന് അടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചു. ആദ്യം ഞാൻ ഓർത്തു ഇതെന്നാ ഇടിമിന്നലാണോ? പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് അടിക്കുകയാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ അനുഭവം ഞാൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിച്ച് എന്നെ കെട്ടിപ്പിടിക്കാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, എന്താ?
പറഞ്ഞു, പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ സത്യമായും കണ്ടതാ. ഒരു ഇടിവാള് വന്ന് തലയിലേക്ക് വീശുന്നത് ഞാൻ കണ്ടതാ. അപ്പോൾ ഞാൻ സംശയ നിവൃത്തി വരുത്തി. ഇടിവാള് നിന്റെ തലയിൽ വീശുന്നതാണോ? അല്ല, ചേട്ടന്റെ തലയിൽ വീശുന്നത്. എനിക്കുണ്ടായ ഒരു ദൈവാനുഭവം ഞാൻ അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തപ്പോൾ ഇതാ ആ അനുഭവത്തിൽ നിന്ന് ഒരു യുവാവിന് വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചുപോയി. അപ്പോൾ തന്നെ ദൈവസ്നേഹം എന്നിൽ വന്ന് നിറയുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. എൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ, മരണകരമായ അപകടങ്ങളിൽ പോലും ദൈവം ഇടപെട്ട് എന്നെ രക്ഷിച്ച അനുഭവങ്ങൾ ഒരു സിനിമയിൽ എന്ന പോലെ എന്നെ കാണിച്ചു തരാൻ തുടങ്ങി. അതിലൊന്ന്, ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ ആഴമായ കിണറ്റിൽ വീണതാ. അമ്മ എപ്പോഴും പറയും, ദൈവം ആണ് അവിടെ ഇടപെട്ട് നിന്നെ രക്ഷിച്ചത് എന്ന്. ഇങ്ങനെ നിരവധി അപകടങ്ങളിലൂടെ കടന്നുപോയതെല്ലാം ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങി. ഞാൻ പാപിയായിരുന്നപ്പോൾ പോലും ദൈവം എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്ന ഒരു ബോധ്യം ആ നിമിഷങ്ങളിൽ എനിക്ക് തന്നി. ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്ന് തുടർച്ചയായി കണ്ണീരൊഴുക്കുകയായിരുന്നു. എൻ്റെ കഠിനമാക്കപ്പെട്ട ഹൃദയം ഒലിച്ചിറങ്ങിയതായിരുന്നു ആ കണ്ണീര് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആ ദൈവസ്നേഹം അനുഭവിച്ച നിമിഷത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുവാൻ ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു. പ്രൈസ് ദ ലോർഡ്. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ട്രെയിനിൽ വെച്ച് ഒരു വചനം എന്നെ നിരന്തരമായി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്കോസ് 8:36. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു പ്രയോജനം? നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും? ഈ വചനം എന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒത്തിരി നേടാനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ആട്ടിയോട് ജോലി, നാട്ടിലെ കൈക്കൂലിയൊക്കെ കിട്ടുന്ന ജോലിയാണ്. എന്നാൽ ഈ വചനം എന്നോട് ചോദിക്കുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥനാനുഭവത്തിലുള്ള ചില വ്യക്തികളുമായിട്ട് ഇത് ഷെയർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ന്യായമായിട്ടൊന്നും വാങ്ങിക്കരുത്, അത് തെറ്റാണ്. ന്യായമായിട്ടൊക്കെ കിട്ടുന്ന കൈക്കൂലി കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ധ്യാനം കഴിഞ്ഞ് ആദ്യ ദിവസം ജോലിക്ക് ചെന്നപ്പോൾ തന്നെ എന്നെ കാത്തിരുന്നത് ഒരു ദുഃഖവാർത്തയാണ്. അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകൻ കൈക്കൂലി കേസിൽ വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ്. തക്ക സമയത്ത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു സന്ദേശമായിട്ട് എനിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞു. എന്നോട് ഉപദേശിച്ച പോലെ ഞാൻ അന്യായമായിട്ടല്ലാതെ ന്യായമായ രീതിയിൽ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ എന്നെ വിജിലൻസ് അറസ്റ്റ് ചെയ്താലോ? അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ തീരുമാനമെടുത്തു. കൈക്കൂലിയുമായിട്ട് വന്നവരോടൊക്കെ ഞാൻ പ്രഖ്യാപിച്ചു, ഞാൻ ഇത് വാങ്ങിക്കുകയില്ല, അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തുകൊള്ളുക എന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും അത്രേ. വിശ്വാസമുണ്ടാകണമെങ്കിൽ കേൾക്കണം, ദൈവവചനം കേൾക്കണം, ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരെ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കണം. അങ്ങനെയാണ് ഒരുവിന് വിശ്വാസമുണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അതുവരെ അങ്ങനെ ഒരു സാഹചര്യമോ അനുഭവമോ ഉണ്ടായിരുന്നില്ല. ആ ധ്യാനത്തിന് പോയിട്ട് ദൈവവചനം ശ്രവിച്ചതും മറ്റുള്ളവരുടെ ദൈവാനുഭവങ്ങൾ സാക്ഷ്യം ശ്രവിച്ചതുമായിരുന്നു എനിക്ക് ആദ്യമായുണ്ടായ ഒരു ജീസസ് എക്സ്പീരിയൻസ്. അവിടെ വെച്ചുണ്ടായ ആ ജീസസ് എൻകൗണ്ടറിനെ തുടർന്ന് ഞാൻ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് ആരംഭിച്ചു. ആദ്യം എൻ്റെ ഇടവകയിൽ തന്നെ ഒരു അച്ഛനോട് അപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് ആ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആ കൺവെൻഷൻ അടുത്തു വന്നപ്പോൾ അതിന് ധാരാളം ചെലവുകൾ. എന്നാൽ അതിൻ്റെ ചെലവിന് വേണ്ടി ബൈബിൾ കൺവെൻഷൻ ആയതുകൊണ്ട് ആരും ഒന്നും ഡൊണേഷൻ ചെയ്യാൻ പോലും തയ്യാറല്ല. അങ്ങനെ ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു കാറ് വിറ്റ് ആ
കൺവെൻഷന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആ കൺവെൻഷൻ നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ ആ കൺവെൻഷനിൽ എന്നോടൊരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഉപദേശിച്ചു, ഒരിക്കലും നീ അത് ചെയ്യരുത്. ഇനി നീ ഇത്രയും പേരുടെ മുമ്പിൽ പരസ്യമായിട്ട് കൈക്കൂലി നിർത്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബുദ്ധിമുട്ടൊക്കെ വന്ന് കൈക്കൂലി വാങ്ങിക്കേണ്ടി വരുമ്പോൾ ഇത് നിനക്ക് ദൂഷ്യം ചെയ്യും. അപ്പോൾ ഞാനും ആദ്യത്തെ ദിവസം അച്ഛനോട് പറഞ്ഞു, അയ്യോ പറ്റിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിറ്റത്തെ ദിവസം അച്ഛൻ വീണ്ടും എന്നോട് പറഞ്ഞു, നീ നിർബന്ധമായി ഒരു സാക്ഷ്യം പറയണം. അങ്ങനെ ആദ്യമായി എനിക്കുണ്ടായ ഒരു ജീസസ് എൻകൗണ്ടർ അവിടെ സാക്ഷ്യപ്പെടുത്തുവാനും അതുവഴി അനേകരുടെ പ്രാർത്ഥനാ സഹായം എനിക്ക് ലഭിക്കുവാനും ഇടയായി. അത് എൻ്റെ വിശ്വാസ ജീവിതം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച പോലെ മുമ്പോട്ട് പോകുവാനായിട്ട് എനിക്ക് ഇടയാക്കി. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ ആ ശുശ്രൂഷയെ തുടർന്നാണ് ഡിവൈൻ ഉദ്യോഗസ്ഥ കൂട്ടായ്മയ്ക്ക് ബീജാവാപം ചെയ്യുവാനായിട്ട് സാധിച്ചതും അതിൻ്റെ ആദ്യത്തെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാനൊക്കെയായി സാധിച്ചത്. അത് ദൈവം വളരെ വേഗം അങ്ങോട്ട് വളർത്തി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിൽ പോലും ഈ ഡിവൈൻ ധ്യാന ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാനും അനേകം ഉദ്യോഗസ്ഥര് കൈക്കൂലിയൊക്കെ ഉപേക്ഷിച്ച് ഈ ദൈവാനുഭവത്തിലേക്ക് വരുവാനുമൊക്കെ കാരണമാക്കിയ ഒരു വലിയ മുന്നേറ്റമായിരുന്നു അത്. അതിനെ തുടർന്ന് കേരളത്തില് പല സ്ഥലങ്ങളിലും ഈ ദൈവവചനം പ്രഘോഷിക്കാൻ ഞാൻ ഒരു ശുശ്രൂഷയുടെ ജീവിതം ആരംഭിച്ചു. മത്തായി 6:33 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആദ്യമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കൊള്ളുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. ഈ ദൈവവചനപ്രകാരം ഞാൻ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എല്ലാം കൂട്ടിച്ചേർത്ത് നൽകിയ ഒരു ദൈവാനുഭവമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇത് എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരും സഹോദരന്മാരും പോലും പറഞ്ഞു, നീ ഇങ്ങനെ വലിയ പ്രസംഗമൊക്കെ നടക്കും, അവസാനം റിട്ടയർ ആയിട്ട് വന്നു കഴിയുമ്പം ഒന്നും ഉണ്ടാകിയല്ല, നിന്നെ ആരും മൈൻഡ് ചെയ്യല എന്ന് പറയുമായിരുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. എനിക്കും കുടുംബത്തിനും അമേരിക്കയിലേക്ക് വരുവാനായിട്ട് അത്യത്ഭുതകരമായിട്ട് കർത്താവ് പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ റിട്ടയർമെന്റിന് ശേഷം അമേരിക്കയിൽ വരാനായിട്ടിടയായി. 2015 അമേരിക്കയിൽ വന്ന് എനിക്കിവിടെ ന്യൂയോർക്ക് സിറ്റി ഗവൺമെന്റിന്റെ ഒരു ജോലി ലഭിക്കുവാൻ പോലും കർത്താവ് ഇടയാക്കി. അതുപോലെ മക്കൾക്കെല്ലാം അമേരിക്കയിൽ വന്ന് പഠിച്ച് നല്ല ജോലിയിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാനും എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ 4 മക്കളിൽ ഒരാള് ഇവിടെ വന്ന് എൻജിനീയറിങ്ങും MBA ഒക്കെ എടുത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നു. 2ാമത്തെ ആള് ഇവിടെ വന്ന് പഠിച്ച് ഡോക്ടറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അതുപോലെ 3ാമത്തെ മകന്, എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അങ്ങനെ വൈദികരോ കന്യാസ്ത്രീകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നില്ല, എൻ്റെ പിതാവിൻ്റെ സഹോദരി സഹോദരന്മാരും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഈ 3ാമത്തെ മകന് ഇപ്പോൾ ഡീക്കനായിട്ട് തിയോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആ വലിയ ഒരു വിളിയാണ് പൗരോഹിത്യം എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെയും പ്രാർത്ഥനാ സഹായം തേടുന്നു. അങ്ങനെ കർത്താവ് മക്കളെയെല്ലാം യഥാസ്ഥാനപ്പെടുത്തി എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹെബ്രയർ 11:1. ഈ അമേരിക്കയിൽ വന്നാൽ തീർച്ചയായും
നിന്റെ വിശ്വാസ ജീവിതമൊക്കെ അതോടെ തീരും. ഇവിടുത്തെ ഫാസ്റ്റ് ലൈഫും സാഹചര്യങ്ങളും ഒക്കെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും എന്ന് എന്നോട് എല്ലാവരും പറയുമായിരുന്നു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ധാരാളം പള്ളികൾ, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറെ പള്ളികൾ, ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ഒക്കെ പള്ളികൾ. ദൈവം തന്ന ഒരു കൃപ എന്നത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച് കൂദാശ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം എനിക്ക് ദൈവം ആദ്യം മുതലേ തരുമായിരുന്നു. അമേരിക്കയിൽ വന്നിട്ടും ജോലി സ്ഥലത്ത് പോലും അവിടെ ഉച്ചയ്ക്ക് കുർബാനയുണ്ട്. ഉച്ചയുടെ ലഞ്ച് ബ്രേക്കിൽ ആ ദിവ്യബലി മുടങ്ങാതെ പങ്കെടുക്കാനായിട്ടുള്ള ഒരു കൃപ തന്നു. മാത്രമല്ല ഇവിടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ സാധിച്ചു. ആ കൂട്ടായ്മയിലൂടെ വിശ്വാസത്തിൽ വളരാനായിട്ടിടയുണ്ട്. എല്ലാ ദിവസവും ടെലഫോൺ പ്രെയർ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അമേരിക്കയിലെ ഉള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ആ ടെലഫോൺ പ്രെയറിൽ കയറുന്നു. അതുവഴി ഈ പ്രാർത്ഥനയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. ദൈവം ഒരുക്കുന്ന അവസരങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും വചനം പങ്കുവെക്കാനും ഒക്കെയുള്ള കൃപയും കർത്താവ് ഈ അമേരിക്കയിലും ഒരുക്കി തരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ എൻ്റെ ഒരു മൂന്നാമത്തെ മകൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാനായിട്ടിടയായി എന്ന് പറഞ്ഞല്ലോ. അത് അവൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എല്ലാവരും അവനോട് പറഞ്ഞിരുന്നു, നിന്റെ സെമിനാരിയിൽ പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഇനി അമേരിക്കയിൽ ചെന്നാൽ തീരും എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നും അവന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സെമിനാരി വിദ്യാഭ്യാസത്തിനായിട്ട് പോവുകയായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് എല്ലാവിധ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ വലിയ സപ്പോർട്ടാണ് ഇതിൽ നിലനിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. പെട്ടെന്ന് വരുമാനം 50,000-ൽ നിന്ന് 5,000 കുറഞ്ഞപ്പോൾ ലളിത ജീവിതം നയിക്കാനും കുടുംബത്തിലെ ചെലവുകളൊക്കെ ക്രമീകരിക്കുവാനും ഒക്കെ വലിയ സഹകരണമുണ്ടായിരുന്നു. മാത്രമല്ല, പാപിയായ എനിക്ക് ഇങ്ങനെ ഒരു ദൈവാനുഭവം ഉണ്ടാകുവാൻ കാരണമായതും എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയായിരുന്നു. നമുക്കൊക്കെ ഒരു ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് എനിക്ക് 32 വയസ്സ് വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ നമ്മുടെ മാതാപിതാക്കളുടെ പൂർവികരുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ദൈവവചനം കേൾക്കാനുള്ള ഒരു അവസരം പോലും അവർക്കുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക കൃപയുടെ കാലഘട്ടത്തിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ 4ാമത്തെ മോളെ സംബന്ധിച്ചിടത്തോളം അവളെ ഗർഭിണിയായിരിക്കുമ്പോൾ ധ്യാനം കൂടാൻ വേണ്ടി സാധിച്ചു. അതുപോലെ അവൾക്ക് 6 മാസം മാത്രം പ്രായമുള്ളപ്പോഴും ഞങ്ങൾക്ക് ധ്യാനം കൂടാനായിട്ട് സാധിച്ചു. ഈശോ മർക്കോസ് 9:29 പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വക പുറത്തു പോവുകയില്ല. പ്രാർത്ഥനയിലൂടെ ഈ ദുഷ്ടാരൂപിയുടെ പ്രേരണകളിൽ, അവൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് അതിജീവിക്കുവാനായിട്ട് എനിക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മ എപ്പോഴും, ഞാൻ എവിടെയൊക്കെ ട്രാൻസ്ഫറായി ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരിക്കണമെന്നത് എനിക്ക് എൻ്റെ ഈ നിലനിൽപ്പിന് ആവശ്യമായി ഞാൻ കണ്ടു. ഈശോ പഠിപ്പിച്ച ആ ഏക പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, അതിൽ ഈശോ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒന്ന്, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. ഇവിടെ അന്നു വേണ്ട ആഹാരം എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഭക്ഷണമല്ല. കാരണം ആ പ്രാർത്ഥനയിലെങ്ങും അത് ആത്മീയമായ കാര്യങ്ങൾ മാത്രമാണ് ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്നു വേണ്ട ആഹാരം എന്നതും നമ്മുടെ ആത്മീയ ആഹാരമാണ്. കാരണം ഈശോ തന്നെ പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്നു. അങ്ങനെയെങ്കിൽ അവയേക്കാൾ എത്രയോ വലിയവരാണ് നിങ്ങൾ എന്തിനു ഭക്ഷണത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു? എന്തിനു വസ്ത്രത്തെക്കുറിച്ച് ആകുലപ്പെടുന്നു?
അങ്ങനെ പറഞ്ഞ ഈശോ വീണ്ടും അന്നു വേണ്ട ആഹാരം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മീയമായ ആഹാരമാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ആത്മീയ ജീവൻ ഉണ്ടാകണമെങ്കിൽ, നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം. നിർഭാഗ്യവശാല് COVID-19 കാലഘട്ടത്തിൽ നമുക്ക് ദേവാലയത്തിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായി. ആ സമയത്ത് സഭ ഓൺലൈൻ വഴിയുള്ള കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. എന്നാൽ ഇപ്പോൾ കോവിഡിന്റെ ഭീഷണിയൊക്കെ മാറി നിർഭാഗ്യവശാല് പലരും അത് ഓൺലൈൻ കുർബാനയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓൺലൈൻ കുർബാനയാണ് കൂടുന്നതെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 6:56 ഇങ്ങനെ വാഗ്ദാനം ചെയ്തു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈ വാഗ്ദാന പ്രകാരം ഈശോ നമ്മളിൽ വസിക്കണമെങ്കിൽ, നമ്മൾ ഈശോയിൽ വസിക്കണമെങ്കിൽ ഈശോയുടെ ബലിയുടെ ശരീരവും നമുക്കായി പങ്കുവെച്ചു തരുന്ന നമ്മുടെ ആത്മീയ ഭോജനമായി അവിടുന്ന് നൽകുന്ന അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാതെ നിർവാഹമില്ല. ഈ കോവിഡിന്റെ പ്രതിസന്ധികളൊക്കെ മാറി വിശ്വാസത്തിൽ ഉണ്ടായ ആ ക്ഷീണമൊക്കെ മാറാനായിട്ട് ഇവിടെ ഇപ്പോൾ ഷെക്കൈന അമേരിക്കാസ് വലിയ ഒരു പ്രവർത്തന പദ്ധതിയാണ് മുമ്പിൽ വച്ചിരിക്കുന്നത്. ഇവിടെ ഷെക്കൈന അമേരിക്കാസിന്റെ ഒരു സ്റ്റുഡിയോ ന്യൂയോർക്കിൽ ഉദ്ഘാടനം ചെയ്യാനും വെഞ്ചരിക്കുവാനും ഇടയായി. അതിലൂടെ ഇനിയും നമുക്ക് ദൈവവചനം ശ്രവിക്കാനും മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ, ദൈവാനുഭവങ്ങൾ കേൾക്കുവാനും അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഒക്കെ സാധിക്കും. ഞാൻ കഴിഞ്ഞ 32 വർഷമായിട്ട് ഈശോയോട് കൂടി നടക്കുന്ന ആ അനുഭവം പങ്കുവെക്കണമെങ്കിൽ 32 ദിവസമെങ്കിലും എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. സർവശക്തനും പിതാവുമായ എൻ്റെ സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് സ്തുതി.